മേഘനെ, ഞങ്ങളുണ്ട് കൂടെ. എന്താ ചെയ്യേണ്ടെന്ന് പറ, ഞങ്ങൾ സഹായിക്കാം. എനിക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം വേണം ഇതിന്. ആന്റി സൂപ്പറാ. ഇപ്പൊ നിങ്ങളെല്ലാവരും ലേലം പതിച്ചു പോയ ആ ഡെക്കറേഷൻ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷെ ഞാൻ അവിടെ കണ്ടത് ആ മേഘനയുടെ അഹങ്കാരവും അഭിമാനവും എല്ലാം വേരോടെ മണ്ണടിഞ്ഞതാ. മഞ്ജരി ശ്രദ്ധിച്ചോ, ആ മേഘനയ്ക്ക് മമ്മി വയറ് നിറച്ച് കൊടുത്തത്? ശരി, ആ സീൻ എനിക്ക് ഈ വർഷാവസാനം കിട്ടിയ ഏറ്റവും നല്ല സീനായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് മഞ്ജരി. ആ കാഴ്ച കാണാൻ എനിക്ക് എന്നെ 2 കണ്ണും മതിയായില്ല മഞ്ജരി. ഈ അടിയോടുകൂടി മേഘനയോട് അരുണിമാന്റിക്ക് ഉണ്ടായിരുന്ന പോസിറ്റീവ് ഫീലിംഗ് ഇളക്കം തട്ടാൻ തുടങ്ങിയെന്നും അത് നെഗറ്റീവ് ഫീലിംഗ് ആയി മാറാൻ തുടങ്ങിയെന്നും അല്ലേ? ദാറ്റ്സ് ട്രൂ. എന്നിട്ടും 1 മണിക്കൂർ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുമെന്നല്ലേ അരുണിമേച്ചിയോട് അവൾ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയതൊന്നും അവൾക്ക് മതിയായിട്ടുണ്ടാവില്ല. യു ആർ റൈറ്റ് ആന്റി. ചാരു, നീയും നിധിയും കൂടി എന്നെ ഒന്ന് സഹായിക്കണം. എന്താ വേണ്ടെന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കൊണ്ട് മേഘനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവം, മോം അവളെ അത്രയ്ക്കും വഴക്ക് പറയണ്ടായിരുന്നു. എന്താ ചാരു ഈ വഴിക്കൊക്കെ? മേഘനേച്ചി 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളോട് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതിടാനോ? അതെ, ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്തോ തീമാണെന്നാ പറഞ്ഞ്. അത് ശരി. ചേച്ചിയുടെ വായിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചതല്ലേ, അതിന് പരിഹാരമായിട്ട് ഈ ഡ്രസ്സ് അങ്ങ് ഇട്ടോണ്ട് പോവല്ലേ? ഓക്കെ. അങ്കിളെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആന്റി അങ്കിള് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരണം. 1 മണിക്കൂർ കഴിഞ്ഞ് താഴോട്ട് എത്തിയാൽ മതി. ഇത്ര ആയിക്കോട്ടെ ചാരു. മേഘനയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. മിഥുനേട്ടനോട് 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് താഴേക്ക് വരാൻ പറഞ്ഞു. ശരി, പോട്ടെ. മേഘനയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? 1 മണിക്കൂർ കൊണ്ട് അവൾ ഒരു കുന്തം ചെയ്യാൻ പോകുന്നില്ല. മേഘനയുടെ പൊളിച്ചു കളഞ്ഞല്ലോ. പുള്ളിക്കാരി വില്ലേജ് ഡ്രസ്സിംഗ് കോൺസെപ്റ്റാ പ്ലാൻ ചെയ്യുന്നത്. അത് നന്നായി. എന്നോ ചെറുപ്രായത്തിലെടുത്ത ഇത്തരം മുണ്ടൊക്കെ പിന്നെ ഇന്ന ചാൻസ് കിട്ടുന്നത്. എനിഹോ, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ? അപ്പൊ മേഘന പറഞ്ഞ തീം വില്ലേജ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? പട്ടിക്കാട്ടിലെ പിശാചിന് അതിൽ കവിഞ്ഞൊരു പ്ലാൻ ചിന്തിക്കാനാവില്ലെന്ന് മനസ്സിലായി. ഇനി വല്ല പശു ഉണ്ടാകൂ? പശുവല്ല, എരുമയും പോത്തും ഒക്കെ വന്നെന്നിരിക്കും. നമ്മുടെ വീട് മൊത്തവും ചിലപ്പോ ചാണകം മെഴുകി വെക്കാൻ സാധ്യതയുണ്ട്.
മോളെ മേഘനെ, ഗ്രാമീണ സൗന്ദര്യം മുഴുവനും നീ നമ്മുടെ ഹാളിൽ നിറച്ചു കളഞ്ഞല്ലോ. പറയാൻ എനിക്ക് വാക്കുകളില്ല മോളെ. ചെറുപ്പത്തിൽ എന്തോ കണ്ടു വളർന്ന ഗ്രാമീണ അന്തരീക്ഷം വീണ്ടും ഇപ്പോ നീ ഞങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി മേഘനെ. എന്നെ കൊണ്ടായത് എന്തൊക്കെയോ. ആ, അല്ല എന്നാലും 1 മണിക്കൂർ കൊണ്ട് നീ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുത്തു മേഘനെ? കുറച്ചു മുന്നേ ശേഖരമുത്തശ്ശൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത്. അപ്പോഴാ പെട്ടെന്ന് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്. ഞാൻ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് അവതരിപ്പിച്ചു. മുത്തശ്ശനാ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. നിന്റെ സങ്കല്പത്തിനൊത്ത് അങ്ങേര് സഹകരിച്ചപ്പോ കാര്യങ്ങളൊക്കെ അടിപൊളിയായി മോളെ. അതെ മേഘനടത്തി, ഏട്ടത്തി മനസ്സ് വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനെയൊന്നുമില്ലല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇവളെല്ലാം തകിടം മറിച്ചു കളഞ്ഞു. ശരിയാ, എല്ലാരും ഇവള് പ്രശംസിക്കുന്ന കേൾക്കുമ്പോ അടിമുടി വിറയ്ക്കുന്ന എനിക്ക്. നമസ്കാരമുണ്ട് ജേതാവ. നമസ്കാരം. നമസ്കാരം. ഡെക്കറേഷൻ എന്തായാലും തകർത്ത് കളഞ്ഞു കേട്ടോ. ആരുടെ ഐഡിയ ഇതൊക്കെ? മറ്റാരായിരിക്കും? എന്റെ മരുമകളെ മേഘന ഒറ്റയ്ക്ക് ചെയ്തതാ. കൊള്ളാലോ ജയദേവ. നഗരത്തിന്റെ ഹൃദയത്തിലെ ഒരു കുഞ്ഞു ഗ്രാമം, മനസ്സിലൊരു കുളിർമയും സന്തോഷവും ഒക്കെ തോന്നുന്നു. കേട്ടല്ലോ മേഘനേട്ടത്തി, ഏട്ടത്തിയുടെ കോൺസെപ്റ്റ് എത്ര ഭംഗിയായിട്ട് വർക്കൗട്ട് ആയത്. ഞാനൊരു പതിവ് ഡെക്കറേഷനെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ മരുമോൾ എന്ത് ചെയ്താലും അതിനെപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. എന്തു പറ്റി പ്രിയമതേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നാവ് ഇറങ്ങിപ്പോയ പോലെ തോന്നുക. അതുകൊണ്ടായിട്ടാ ഞാനൊന്നും പറയാതെ നിന്ന്. അപ്പൊ അത്രയ്ക്ക് മനോഹരമായിന്നാണോ? അതെ അതെ, അതിഗംഭീരമായിരിക്കുന്നു. മിഥുൻ, ഈ ഡെക്കറേഷന്റെ പേരിൽ മേഘന 2 പ്രാവശ്യം കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് നമുക്ക് അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഡോൺ വറി ഡാഡ്. ആനിവേഴ്സറിക്ക് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പം മേഘനയ്ക്ക് ഞാനൊന്ന് വാങ്ങിയായിരുന്നു. ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. മോം, ഡാഡ്, ഇത് നിങ്ങൾക്ക് 2 പേർക്കും ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു സോ മച്ച് മോനെ. മേഘനെ, ഇത് നിനക്കുള്ളതാ. വാവ്, ലവ് ബാൻഡ്സ്. മിഥുനേട്ടൻ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ബുക്ക് ചെയ്തെന്നോ? അതെ സഞ്ജു.
കൊള്ളാലോ അല്ലേട്ടാ. ഏട്ടത്തിയമ്മയ്ക്ക് വളയാണോ വാങ്ങിയേ? സോ സ്വീറ്റ് ഓഫ് യു. സിറ്റിയിൽ വളർന്നവനാണെങ്കിലും സ്വന്തം ഭാര്യയ്ക്ക് സ്വർണവളകളെക്കാളും കുപ്പിവളകൾ വാങ്ങിക്കൊടുത്ത് നമ്മുടെ സംസ്കാരത്തിന് ഒരു പൊന്തൂവൽ കൂടി വാർഷികത്തോടനുബന്ധിച്ച് നീ ചാർത്തി കൊടുത്തിരിക്കുക. മേഘന മോളെ, ഭർത്താവ് അടുത്തുള്ളപ്പോ നീയായിട്ട് ആ വളകൾ കയ്യിലെടുത്തിടേണ്ട കാര്യം എന്താ? അവനെ കൊണ്ട് ഇടിയിക്കും മോളെ. അതും ശരിയാണല്ലോ. കമോൺ. അതേ മിഥുൻ, നിന്റെ കൈകൊണ്ട് മോൾക്ക് വളയിട്ട് കൊടുക്ക്. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മേഘന നമുക്ക് വേണ്ടി ഒരു DJ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെയെല്ലാം സംഗീത സുഗന്ധം പകരും. വാവ്, ആണോ മേഘനടത്തി? അതെ അതെ. ഏട്ടത്തി ഏട്ടത്തി അടിപൊളിയാട്ടോ. മിഥുനേട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ പിന്നെ അടിപൊളിയല്ലേ മോനെ. പക്ഷെങ്കിൽ ഒരു മീശം കൂടി വേണമായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞല്ലോ. ഡെക്കറേഷൻ നശിപ്പിച്ചു കളഞ്ഞ കരഞ്ഞു മൂങ്ങി ഒരു മൂലക്കിരിക്കുന്നല്ല നമ്മൾ കരുതി. പോയതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്ത് അവള് ശരിക്കും നമ്മളെ കളിയാക്കിയിരിക്കുക. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഇതിനോടൊക്കെ അവളെ എങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്നുള്ളതാ. പലപ്പോഴും മേഘനയെ നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്നുണ്ട്. ഇന്നത്തോടെ അരുണ്യമാറ്റിയുടെ മുൻപിൽ മേഘനയുടെ ചീട്ട് കീറുമെന്നല്ലേ നമ്മൾ കരുതി. അതിനു പകരം ദേ ഇവിടെ അവൾ 1ാം റാങ്ക് എടുത്ത് മുൻപിലെത്തിയിരിക്കുക. എല്ലാം മേഘനയുടെ നല്ല നേരമാണെന്ന് പറഞ്ഞാൽ മതി. ഇത്രയും നല്ല ഡെക്കറേഷൻ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നേരെ കൊഞ്ഞനം കുത്തി കാണിച്ചിരിക്കുക. നമ്മൾ ഇനി ഇങ്ങനെ സാമട്ടിൽ നടന്നാലേ ഈ ഫംഗ്ഷൻ കഴിയുന്നതോടെ മമ്മിയുടെ മനസ്സിലെ മേഘന ആർക്കും തകർക്കാൻ പറ്റാത്തൊരു സ്ഥാനം നേടിയെടുക്കും. അങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാതിരിക്കാനും ചേച്ചിയെ ഇറിറ്റേറ്റ് ചെയ്യാനുമായിട്ടല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതിനി എന്ത് ചെയ്യാനാ? അവള് DJ വരെ ഒരുക്കിയിരിക്കുകയല്ലേ. ആ പാട്ടിനൊത്ത് താളം ചോട്ടി എല്ലാവരും കൂടി ആ മേഘനയെ തലേ കയറ്റി ചാടുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിനാ DJ ഇവിടെ വന്നിട്ട് വേണ്ടേ? ചെറിയമ്മ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ചെറിയമ്മ സെർച്ച് ചെയ്യുന്നത്? ഡേഞ്ചർ ഡ്രാഗന്റെ ആൾക്കാരാണ് DJ ആയിട്ട് വരുന്നതെന്ന് വിവേക് പറയുന്നുണ്ടായിരുന്നു. അവരുടെ നമ്പർ നെറ്റിൽ നിന്ന് കിട്ടുമെന്ന് നോക്കുക. എന്തായാലും അവരുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഡേഞ്ചർ ഡ്രാഗൺ DJ അല്ലേ? അതെ, നിങ്ങൾ ആരാണ്? ഞാനാരാണെന്നുള്ള അവിടെ നിൽക്കട്ടെ. നിങ്ങളിന്ന് നന്ദൻ ഫാമിലിയുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷന് വരാതിരിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ ഓഫർ ഞങ്ങൾ തരാം. ഇത്രയും നല്ല ഓഫർ ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കോ? നിങ്ങൾ ക്യാഷ് നമ്പറിലേക്ക് ഇട്ടാ ഞങ്ങൾ വരില്ല. എന്തു പറയുന്നു? ഓക്കെ. ഇനി ആ DJയുടെ ആൾക്കാര് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. സമാധാനായി. ആ മേഘനയെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിയാക്കാൻ നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയിരിക്കുക. നമസ്കാരമുണ്ട് ജയദേവ. നമസ്കാരം ഹാപ്പി രമേശ്. വെഡിങ് താങ്ക് യു. ഡെക്കറേഷൻസ് ഒക്കെ തകർത്തിട്ടുണ്ടല്ലോ. ഏത് ഇവന്റ് മാനേജ്മെന്റ് ചെയ്തേ? ഈവന്റുകാരും ചെയ്തതല്ല മുരളി. പിന്നെ എന്റെ മരുമോള് മേഘനയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തത്. അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ചാരു, നിന്നെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. ആ ശരി ഏട്ടാ. മേഘനെ, എന്താ ഏട്ടാ? എന്തേലും വേണോ ഏട്ടന്? ഞാൻ തന്ന ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു ഏട്ടാ. നിന്റെ വാക്കുകളുടെ സന്തോഷം നിന്റെ മനസ്സിലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് മേഘനെ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. പിന്നെന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നേ? അത് മിഥുനേട്ടാ, അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോ. മിഥുനേട്ടൻ ഓൺലൈനില് ലവ് ബാൻഡ്സ് ബുക്ക് ചെയ്തിരുന്നില്ലേ? അതായിരിക്കും ഗിഫ്റ്റായിട്ട് തരാമെന്ന് ഞാൻ കരുതി. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തത് ഇവിടെ കണ്ടിരുന്നു. അത് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തതായിരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. മേഘനെ, അത് ഞാൻ ബുക്ക് ചെയ്തൊന്നുമില്ലായിരുന്നു. എന്നിട്ടേട്ടാ, ആ ലവ് ബാൻഡ് തന്നെയാണല്ലോ ഏട്ടൻ്റെ കൈ കിടക്കുന്നത്. ഒരെണ്ണം ഏട്ടൻ്റെ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരെണ്ണം എവിടെ പോയി? അപ്പൊ ഇത് ഏട്ടൻ ബുക്ക് ചെയ്ത ലവ് ബാൻഡ്സ് അല്ലേ? അത് അല്ല മേഘനെ, ഇത് ഞാൻ ബുക്ക് ചെയ്തതല്ല. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ്റെ കൈ കിടക്കുന്നത് ഏതാ? ആക്ച്വലി ഇതെന്റെ ഫ്രണ്ട് വാങ്ങി തന്നതാ മേഘനെ. ഒരെണ്ണം പുള്ളി എടുത്തിട്ട് മറ്റൊരെണ്ണം എനിക്ക് തന്നതാ. ഇത് ഫ്രണ്ട്സും വാങ്ങി ഇടാറൊക്കെ ഉണ്ട്. ഓ, ആണല്ലേ? പക്ഷേ ഏട്ടന്റെ ടാബിൽ ഞാൻ ഇത് തന്നെയാ കണ്ടത്. ഓ, കണ്ടിരുന്നു അല്ലേ? അത് ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാ, അത്രേ ഉള്ളൂ. ഓ, അത്രയുള്ളോ? ഞാനപ്പോ നമുക്ക് രണ്ടുപേർക്ക് ഇടാൻ വേണ്ടി ഏട്ടൻ ബുക്ക് ചെയ്തതായിരിക്കും വെറുതെ മോഹിച്ചു. ശരി, എന്നാ ഞാനിത് കൊണ്ടുവച്ചിട്ട് വരട്ടെ. ഈശ്വര, മഞ്ജരിയുടെ കൈ കിടക്കുന്ന ലവ് ബാൻഡ് അങ്ങനെ ഇവിടെ കണ്ടാ തീർന്നു. എടുത്തോളൂ. പനൊന്നും കാണല്ലോ സാധനം. ഇത് എവിടുന്ന് ഒപ്പിച്ചെടുത്തു? കൊള്ളാലോ. ഇത് തന്നെ സ്റ്റാർട്ടറാക്കാനുള്ള ഐഡിയ ആരുടേതാ? വേറെ ആരാകും ഹരിപ്രസാദേ? ഇതിന്റെ പുറകിലും എന്റെ മരുമകള് മേഘന തന്നെയാ. ഓ, അത് ശരി. മിടുക്കിയായ ഒരു പെൺകുട്ടിയെ തന്നെയാണല്ലോ അരുണിമ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിൽക്കുന്നവർക്കൂടെ കൊടുക്ക. എടുത്തോളൂ. മഞ്ജരിയുടെ കൈ കിടക്കുന്ന ലവ് ബാൻഡ് മേഘന കാണാൻ പാടില്ല. ഈശ്വര, എന്താ ചെയ്യാ? ഇതേ ചെറുമ എടുത്തോളൂ. എടുത്തു മഞ്ജരി. ഇങ്ങനെയുള്ള ചീപ്പ് സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. ചീപ്പ് ഫുഡ് ആണെങ്കിലും നല്ല പോഷക ഗുണമുള്ളതാ. മഞ്ചേരി നല്ല ചൂടിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് കഴിക്കേ. പനനൊങ്ക് ശരീരത്തെ കൂളാക്കും. എനിക്കിതൊന്നും വേണ്ട. ഗസ്റ്റുകൾക്ക് കൊടുക്ക്. മഞ്ജരി, നീ ഒന്ന് വന്നേ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് പറ്റും ഇതിനെ? നീ വാ, ഞാൻ പറയാം.
1 ഗ്ലാസ്സിൽ സംഭാരം, അതും ഈ വേനൽക്കാലത്തെ. നല്ല തീം തന്നെ. പിന്നെ എന്റെ മേഘനത്തെ കുറിച്ച് എന്താ കരുതി? ഗസ്റ്റുകളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഒരു പ്ലാൻ. ആഹാ, ആ very good. രാമേന്ദ്രേട്ടാ, വസുന്ധരേച്ചി അവിടെ തിരക്കുന്നുണ്ടായിരുന്നു, ഒന്നീ നോക്കിക്കേ. വിവേക്, നീ എന്തിനാ അവള് കാട്ടിക്കൂട്ടുന്നതിനെല്ലാം എക്സൈറ്റഡ് ആവുന്ന? എന്റെ എക്സൈറ്റ്മെന്റ് എന്റെ ഇഷ്ടം. അതിനും ഇനിയിപ്പോ മോമിന്റെ പെർമിഷൻ മേടിക്കണോ? ഓ, എന്നല്ലടാ പറഞ്ഞത്. കുന്നിക്കുരുവോളമുള്ള ഒരു കാര്യത്തെ കുന്നോളാക്കുന്ന എന്തിനാന്നാ ചോദിച്ചേ. മോമൻ ഇത് കുന്നിക്കുരുവാൻ തോന്നുന്നുണ്ടാവും. എനിക്കിതെല്ലാം കുന്നിനേക്കാൾ വലുതായിട്ടാ തോന്നുന്നത്. ഞാനും മോമനെ പോലെ തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞാ അത് നടക്കുമോ മോം? അല്ല പിന്നെ. എന്താ പ്രശ്നം മിഥുൻ? ഞാൻ ഈ ലവ് ബാൻഡ്സ് ബുക്ക് ചെയ്തത് മേഘന എങ്ങനെയോ കണ്ടുപിടിച്ചു. അതുകൊണ്ട് എൻ്റെ കൈ കിടക്കുന്ന ബാൻഡ് കണ്ടിട്ട് അതിൻ്റെ പേരെവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്തു. മാനേജ് ചെയ്തില്ലേ, പിന്നെന്താ? എന്റെ കയ്യിൽ കിടക്കണ ലവ് ബാൻഡ് അഴിച്ചു തരണം എന്നാണോ? അത് തന്നെയായിരിക്കും. ഇതൊരു തവണ കൈ കെട്ടിയ മരണം വരെ അഴിക്കാൻ പാടില്ലെന്നാ. അഴിച്ചാ പിന്നെ ആ റിലേഷൻഷിപ്പ് നിലനിൽക്കില്ലെന്നാ. അത് നിനക്കും അറിയാലോ. അതും അറിഞ്ഞോണ്ട് മനഃപൂർവ്വം അഴിക്കാൻ പറയുന്നതാണോ? അതിന് നിന്നോട് ഞാൻ അത് അഴിക്കാൻ പറഞ്ഞ മഞ്ജരി. അവളത് കാണാത്ത രീതിയിൽ ഒന്ന് മാനേജ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. എന്റെ കാമുകനൊപ്പം സന്തോഷിക്കാൻ എനിക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോ അവന്റെ ഭാര്യയെ കണ്ട് പേടിച്ച് ജീവിക്കുകയും വേണം.